ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മിശിഹായിൽ പ്രിയമുള്ളവരെ, യേശു തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ച കർത്തൃപ്രാർത്ഥനയെക്കുറിച്ച് ലളിതമായിട്ട് ധ്യാനിക്കാനാണ് ഇന്ന് ശ്രമിക്കുന്നത്. പ്രൈസ് ദ ലോർഡ്. ദൈവത്തെ മഹത്വപ്പെടുത്താനായി നടത്തപ്പെടുന്ന സ്തുതിപ്പുകളെയും ആരാധനയെയും അർത്ഥനകളെയും പൊതുവായി പ്രാർത്ഥന എന്നാണ് വിശുദ്ധ ഗ്രന്ഥം വിളിക്കുന്നത്. ഹല്ലേലൂയ. വിശുദ്ധ കുർബാനയിൽ ഈ പറഞ്ഞ സ്തുതിപ്പുകളും ആരാധനയും അർത്ഥനകളും എല്ലാം പ്രകാശിപ്പിക്കുന്നുണ്ട്. തൻ്റെ ജീവിതത്തിൻ്റെ നിർണായക നിമിഷങ്ങളിലെല്ലാം യേശു പ്രാർത്ഥിച്ചിരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പ്രൈസ് ദ ലോർഡ്. ഉദാഹരണമായിട്ട് യേശുവിൻ്റെ മാമോദീസ വേള, ലൂക്കായുടെ സുവിശേഷം 3-ാം അധ്യായം 21-ാം തിരുവചനം. ജനം സ്നാനം സ്വീകരിച്ചു കൊണ്ടിരിക്കുമ്പോൾ യേശുവും വന്ന് സ്നാനമേറ്റു. അവൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു. ഹല്ലേലൂയ. ഇനി യേശുവിൻ്റെ രൂപാന്തരീകരണ സമയത്ത്, അതായത് ലൂക്കായുടെ സുവിശേഷം 9-ാം അധ്യായം 29-ാം തിരുവചനം, പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആരുടെ യേശുവിൻ്റെ മുഖഭാവം മാറി, വസ്ത്രം വെണ്മയോടെ ശോഭിച്ചു. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. മൂന്നാമത് യേശുവിൻ്റെ ഗെത്സമനിയിലെ പ്രാർത്ഥന. നമുക്കറിയാം, മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 42-ാം തിരുവചനം. 2-ാം പ്രാവശ്യവും അവൻ പോയി പ്രാർത്ഥിച്ചു. യേശു പോയി പ്രാർത്ഥിച്ചു. എൻ്റെ പിതാവേ, ഞാൻ കുടിക്കാതെ ഇത് കടന്നു പോകയില്ലെങ്കിൽ അങ്ങയുടെ ഹിതം നിറവേറട്ടെ. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നതിനുള്ള സന്നദ്ധതയാണ് ഈ പ്രാർത്ഥനകളുടെ എല്ലാം ഉള്ളടക്കം. ലൂക്കായുടെ സുവിശേഷം 6-ാം അധ്യായം 12-ാം തിരുവചനം. ആ ദിവസങ്ങളിൽ അവൻ പ്രാർത്ഥിക്കാനായി ഒരു മലയിലേക്ക് പോയി. അവിടെ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് രാത്രി മുഴുവൻ ചെലവഴിച്ചു. രാത്രി മുഴുവൻ പ്രാർത്ഥനയിൽ ചെലവഴിച്ചതിന് ശേഷമാണ് യേശു തൻ്റെ 12 അപ്പസ്തോലന്മാരെ, ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തത് എന്നർത്ഥം. ദൈവത്തെ പിതാവേ എന്ന് വിളിച്ചാണ് യേശു പ്രാർത്ഥിച്ചിരുന്നത്. യേശുവിൻ്റെ പ്രാർത്ഥനാ ജീവിതം കണ്ട് ശിഷ്യരുടെ ആവശ്യപ്രകാരം യേശു പഠിപ്പിച്ച പ്രാർത്ഥനയാണ് കർത്തൃപ്രാർത്ഥന എന്നറിയപ്പെടുന്നത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 9 മുതൽ 14 വരെയുള്ള തിരുവചനങ്ങളിലും ലൂക്കായുടെ സുവിശേഷം 11-ാം അധ്യായം 2 മുതൽ 4 വരെയുള്ള തിരുവചനങ്ങളിലും നമുക്കിത് കാണാൻ സാധിക്കും. തൻ്റെ ശിഷ്യ സമൂഹത്തോട് ചേർന്ന് നിന്നുകൊണ്ട് യേശു അവർക്ക് വേണ്ടി, ആർക്ക് വേണ്ടി? തൻ്റെ ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്നതാണ് ഈ പ്രാർത്ഥനയുടെ സവിശേഷത. ചുരുക്കത്തിൽ സുവിശേഷം മുഴുവൻ ഈ പ്രാർത്ഥനയിൽ അടങ്ങിയിട്ടുണ്ട് എന്ന് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. യേശു നിരവധി പ്രാവശ്യം എൻ്റെ പിതാവേ എന്ന് സംബോധന ചെയ്തിട്ടുണ്ട്. മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 50-ാം തിരുവചനം. സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാരോ അവനാണ് എൻ്റെ സഹോദരനും സഹോദരിയും അമ്മയും. പ്രൈസ് ദ ലോർഡ്. അതുപോലെ തന്നെ നിങ്ങളുടെ പിതാവേ എന്നും യേശു വിളിച്ചിട്ടുണ്ട്. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 16-ാം തിരുവചനം. അപ്രകാരം മനുഷ്യർ നിങ്ങളുടെ സൽപ്രവർത്തികൾ കണ്ട്
സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ ഞങ്ങളുടെ പിതാവേ എന്നുള്ള ബൈബിളിലെ ഏക പ്രയോഗമാണ് ഈ കർത്തൃ പ്രാർത്ഥനയിൽ നമുക്ക് കാണാൻ സാധിക്കുക. തൻ്റെ പിതാവിനെ ശിശുസഹജമായ സ്നേഹത്തോടും ആശ്രയബോധത്തോടും കൂടി പിതാവേ എന്ന് വിളിക്കാൻ യേശു നമ്മെ പ്രാപ്തരാക്കുകയായിരുന്നു ഈ പ്രാർത്ഥനയിലൂടെ. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. മനുഷ്യൻ്റെ എല്ലാ ആവശ്യങ്ങളും ഉൾക്കൊള്ളുന്നതാണ് ഈ പ്രാർത്ഥന. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന ഈ കർത്തൃ പ്രാർത്ഥനയിൽ 2 ഭാഗങ്ങളുണ്ട്. ആദ്യ ഭാഗത്ത് ദൈവത്തെ ആരാധിച്ചും സ്തുതിച്ചും മഹത്വപ്പെടുത്തിയും അവിടുത്തെ പ്രകീർത്തിക്കുകയാണ്. അതുവഴി ദൈവവുമായുള്ള നമ്മുടെ ബന്ധം സ്ഥാപിക്കുകയാണ്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. രണ്ടാമത്തെ ഭാഗത്ത് മനുഷ്യൻ്റെ നിരവധിയായ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. മനുഷ്യന് നിരവധി ആവശ്യങ്ങളുണ്ടെന്ന് യേശുവിന് അറിയാം. എന്നാൽ 3 മാത്രമേ ഈ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. അവ സുപ്രധാനങ്ങളാണെന്നും മനുഷ്യൻ്റെ ആവശ്യങ്ങൾക്ക് അവ മതിയെന്നും യേശുവിനറിയാം. ഏതൊക്കെയാണ് ആ ആവശ്യങ്ങൾ? 1, അന്നന്ന് വേണ്ട ആഹാരം ലഭിക്കുക. രണ്ടാമത്തേത്, കടങ്ങളും പാപങ്ങളും ക്ഷമിക്കപ്പെടുക. മൂന്നാമത്തേത്, തിന്മയെ ജയിക്കാനുള്ള ശക്തി ആർജിക്കുക. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ പിതാവിനോടുള്ള 7 അപേക്ഷകളാണ് കർത്തൃ പ്രാർത്ഥനയിൽ മുഴുവനായിട്ട് നമുക്ക് കാണാൻ സാധിക്കുക. ഏതൊക്കെയാണവ? 1, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ നാമം പൂജിതമാകണമേ എന്ന യാചനയുടെ അർത്ഥം ദൈവം തൻ്റെ പരിശുദ്ധി നമുക്ക് വെളിപ്പെടുത്തി തരണമേ എന്നതാണ്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അങ്ങനെ മനുഷ്യൻ അവിടുത്തെ പരിശുദ്ധിയെ അറിയുകയും അതിനെ അനുകരിക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കുവാൻ ഇടയാക്കുകയും ചെയ്യണം. ഹല്ലേലൂയ. യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായം 17-ാം തിരുവചനം, അവരെ അങ്ങ് സത്യത്താൽ വിശുദ്ധീകരിക്കണമേ, അവിടുത്തെ വചനമാണ് സത്യം. അതായത് യേശു തൻ്റെ ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് തന്നെ അവരുടെ വിശുദ്ധീകരണത്തിന് വേണ്ടിയാണ് എന്നർത്ഥം. പ്രൈസ് ദ ലോർഡ്. 1 കോരിന്തോസ് 1-ാം അധ്യായം 30-ാം തിരുവചനം, യേശു ക്രിസ്തുവിലുള്ള നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഉറവിടം അവിടെ നിന്നാണ്. ദൈവം അവനെ നമുക്ക് ജ്ഞാനവും നീതിയും വിശുദ്ധീകരണവും പരിത്രാണവും ആക്കിയിരിക്കുന്നു. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. അതായത് യേശു ക്രിസ്തുവിനെ നമുക്ക് ജ്ഞാനവും നീതിയും വിശുദ്ധീകരണവും പരിത്രാണവും ആക്കിയിരിക്കുന്നു എന്നാണ് ഇവിടെ പറയുക. ഈ 4 കാര്യങ്ങളും തൻ്റെ പുത്രനിലൂടെ ദൈവപിതാവിൻ്റെ പ്രവൃത്തിയും സാന്നിധ്യവുമാണ്. ഹല്ലേലൂയ. ഒന്നാമത് ജ്ഞാനം. നമുക്കറിയാം, ജ്ഞാനം ഒരു വ്യക്തിയാണ്. ആരാണത്? അതായത് യേശു ക്രിസ്തുവാണ് ജ്ഞാനം. 1 കോരിന്തോസ് 1:24 പറയുന്നു, വിളിക്കപ്പെട്ടവർക്ക് യഹൂദരോ ഗ്രീക്കുകാരോ ആകട്ടെ, ക്രിസ്തു ദൈവത്തിൻ്റെ ശക്തിയും ദൈവത്തിൻ്റെ ജ്ഞാനവുമാണ്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. രണ്ടാമത്തേത് നീതി. നീതി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ക്രിസ്തുവിലൂടെ യാഥാർത്ഥ്യമായ നവീനമായ ദൈവ മനുഷ്യ ബന്ധമാണ്. അതായത് ആദത്തിൻ്റെ പാപം വഴി നഷ്ടമായ ഈ ദൈവ മനുഷ്യ ബന്ധം യേശുവിലൂടെയും അവിടുത്തെ അരൂപിയുടെ പ്രവർത്തനത്തിലൂടെയും പുനർസൃഷ്ടിക്കപ്പെട്ടു എന്നർത്ഥം. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ.
മൂന്നാമത്തേത് വിശുദ്ധീകരണം. വിശുദ്ധീകരണം എന്നതുകൊണ്ട് ദൈവത്തിനായി മാറ്റി നിർത്തപ്പെട്ട അവസ്ഥയെയാണ് സൂചിപ്പിക്കുന്നത്. യേശു ക്രിസ്തുവിലൂടെ ഓരോ വിശ്വാസിയും ദൈവത്തിനായും ദൈവിക പദ്ധതികളുടെ നടത്തിപ്പിനായും ഈ ലോകത്തിൽ വേർതിരിക്കപ്പെടുകയും മാറ്റി നിർത്തപ്പെടുകയും ചെയ്യപ്പെട്ടവരാണ്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. നാലാമത് പരിത്രാണം. പരിത്രാണം എന്നാൽ വീണ്ടെടുപ്പ് എന്നാണ് അർത്ഥമാക്കുന്നത്. തന്നെ പകരം നൽകിയാണ് യേശു നമ്മെ വീണ്ടെടുത്തത്. അതായത് ദൈവഹിതത്തിന് എതിരായി നിന്ന് പാപത്തിൽ നിബന്ധിച്ച മനുഷ്യനെ വീണ്ടും അയാളുടെ ആ ആദ്യ അവസ്ഥയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ യേശു തന്നെ പകരമെന്നോണം ദൈവഹിതത്തിനായി സമർപ്പിച്ചു എന്നർത്ഥം. വീണ്ടെടുപ്പിൻ്റെ പൂർണ്ണത അന്ത്യദിനത്തിലെ ഉയർപ്പിലാണ് യാഥാർത്ഥ്യമാകുന്നത്. ശരീരങ്ങളുടെ ഉയർപ്പും ത്രിയേക ദൈവത്തോടുള്ള ആത്മബന്ധത്തിലെ സഹവാസവും നടക്കുമ്പോഴാണ് പരിത്രാണകർമ്മം പൂർത്തിയാകുന്നത് എന്നർത്ഥം. അതാണ് റോമാക്കാർക്കുള്ള ലേഖനം 8-ാം അധ്യായം 23-ാം തിരുവചനം പറയുക. സൃഷ്ടി മാത്രമല്ല, ആത്മാവിൻ്റെ ആദ്യഫലം എന്നല്ല മൂലഗ്രന്ഥത്തിൽ, ആത്മാവാകുന്ന ആദ്യഫലം എന്നാണ്. അപ്പോൾ സൃഷ്ടി മാത്രമല്ല, ആത്മാവാകുന്ന ആദ്യഫലം ലഭിച്ചിരിക്കുന്ന നാമും എപ്പോഴാണ് ഈ ആത്മാവാകുന്ന ആദ്യഫലം നമുക്ക് ലഭിച്ചിരിക്കുന്നത്? മാമോദീസായിലൂടെ. അപ്പോൾ നമ്മുടെ ശരീരങ്ങളുടെ വീണ്ടെടുപ്പാകുന്ന പുത്രത്വലബ്ധി പ്രതീക്ഷിച്ചുകൊണ്ട് ആന്തരികമായി വിലപിക്കുന്നു. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. അതായത് പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്നും മോചനത്തിന് വേണ്ടിയുള്ള ദാഹം സൃഷ്ടിയുടേത് മാത്രമല്ല, വിശ്വാസ സമൂഹത്തിൻ്റെയും കൂടിയാണ്. മാമോദീസായിൽ ദൈവാത്മാവാകുന്ന ആദ്യഫലം സ്വീകരിച്ചവരായ നാം, അതായത് വിശ്വാസികൾ, ഒപ്പം കണ്ണീരൊഴുക്കി, അതായത് സൃഷ്ടിയോടൊപ്പം തന്നെ കണ്ണീരൊഴുക്കി കാത്തിരിക്കുകയാണ്. ഈ ആത്മാവ് വിശ്വാസികളിൽ വസിക്കുന്നുണ്ട്. 2 കൊരിന്ത്യർ 5:5 പറയുന്നു, ഈ ലക്ഷ്യത്തിനായി ഞങ്ങളെ ഒരുക്കിയത് ആത്മാവിനെ അച്ചാരമായി ഞങ്ങൾക്ക് നൽകിയ ദൈവമാണ്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ഈശോ മിശിഹായിലുള്ള സമ്പൂർണ്ണ രക്ഷയ്ക്കായി കാത്തിരിക്കാൻ ആത്മാവ് അവരെ, അതായത് വിശ്വാസികളെ സജ്ജരാക്കുന്നു. ശരീരങ്ങളുടെ വീണ്ടെടുപ്പാകുന്ന പുത്രത്വലബ്ധി യുഗാന്ത്യത്തിലാണ് പൂർത്തിയാകുന്നത്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. 1 കൊരിന്ത്യർ 15-ാം അധ്യായം 53-ാം തിരുവചനം, നശ്വരമായത്, അതായത് നശിക്കുന്നത്, അനശ്വരവും നശിക്കാത്തത്, മർത്യമായത്, മരണത്തിന് വിധേയപ്പെട്ടത്, അമർത്യവും മരണമില്ലാത്തത് ആകേണ്ടിയിരിക്കുന്നു. നശ്വരമായത് അനശ്വരവും, മർത്യമായത് അമർത്യവും ആകേണ്ടിയിരിക്കുന്നു. ഇനി 1 കൊരിന്ത്യർ 15:54 പറയുന്നു, അങ്ങനെ നശ്വരമായത് അനശ്വരതയും മർത്യമായത് അമർത്യതയും പ്രാപിച്ചു കഴിയുമ്പോൾ മരണത്തെ വിജയം ഗ്രസിച്ചു എന്നെഴുതപ്പെട്ടു. പ്രൈസ് ദ ലോർഡ്. മരണത്തെ വിജയം ഗ്രസിച്ചു എന്ന് എഴുതപ്പെട്ടത് യാഥാർത്ഥ്യമാകും. മരണമേ, നിൻ്റെ വിജയം എവിടെ? പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. വിശ്വസിക്കുന്ന എല്ലാവരും ഈ കാത്തിരിപ്പ് നടത്തിയേ പറ്റൂ. പ്രപഞ്ചത്തോടൊപ്പം മഹത്വീകരിക്കപ്പെടുന്ന ദിനത്തിനായി സൃഷ്ടാവായ ദൈവത്തിൻ്റെ മുമ്പിലുള്ള ഉദ്ധാനത്തിനും രൂപാന്തരത്തിനുമായി നാമും ആന്തരികമായി വിലപിച്ചുകൊണ്ട് കാത്തിരിക്കുന്നു എന്നർത്ഥം. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. യേശുക്രിസ്തുവിലൂടെ ദൈവം നമുക്ക് നേടിത്തന്ന ഈ 4 കാര്യങ്ങളും, ഏതാണ് ഈ 4 കാര്യങ്ങൾ? ജ്ഞാനവും നീതിയും വിശുദ്ധീകരണവും പരിത്രാണവും. ഈ 4 കാര്യങ്ങളും എസെക്കിയേൽ പ്രവാചകനിലൂടെ ദൈവം അരുളി ചെയ്തിട്ടുള്ള വചനത്തിൻ്റെ പൂർത്തീകരണമാണ്. പ്രൈസ് ദ ലോർഡ്.
ഹല്ലേലൂയ. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 36 അധ്യായം 23 തിരുവചനം. ജനതകളുടെ ഇടയിൽ നിങ്ങൾ അശുദ്ധമാക്കിയ എൻ്റെ ശ്രേഷ്ഠനാമത്തിൻ്റെ പരിശുദ്ധി ഞാൻ തെളിയിക്കും. തങ്ങളുടെ കൺമുമ്പിൽ വെച്ച് നിങ്ങളിലൂടെ എൻ്റെ പരിശുദ്ധി ഞാൻ വെളിപ്പെടുത്തുമ്പോൾ ഞാനാണ് കർത്താവ് എന്ന് ജനതകൾ അറിയും. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ഇസ്രായേലിൻ്റെ ബാബിലോണിയൻ പ്രവാസത്തെക്കുറിച്ചാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. ഇസ്രായേൽ ജനം സ്വദേശത്ത് പ്രവർത്തിച്ച അശുദ്ധിയുടെയും തിന്മയുടെയും വിഗ്രഹാരാധനയുടെയും ഫലമായി സ്വദേശം അശുദ്ധമാക്കിയതിന് ലഭിച്ച ശിക്ഷയായ ബാബിലോണിയൻ പ്രവാസത്തിലൂടെ ഇസ്രായേൽ ദൈവനാമത്തിന് വിജാതീയരുടെ ഇടയിൽ അപമാനം വരുത്തിവെച്ചു എന്നതാണ് പ്രമേയം. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ഇസ്രായേലിൻ്റെ ദൈവം തൻ്റെ ജനത്തെ കൈവിട്ടതായിട്ടോ അല്ലെങ്കിൽ രക്ഷിക്കാൻ കഴിയാത്തവനായിട്ടോ ആണ് ബാബിലോണിയൻകാർ അവരെ, അതായത് ഇസ്രായേൽ ജനങ്ങളെ അടിമകളാക്കിയത് എന്ന് വിജാതീയർ അനുമാനിക്കും. ഏതു വിധത്തിലായാലും ബാബിലോണിയൻ പ്രവാസം ഇസ്രായേലിൻ്റെ ദൈവത്തിന് അപമാനകരമായിത്തീരും എന്നർത്ഥം. അപ്പോൾ ബാബിലോണിയൻ പ്രവാസം തിരുനാമത്തിന് വിജാതീയരുടെ ഇടയിൽ കളങ്കമേൽപ്പിച്ചതിനാൽ ഇസ്രായേലിനെ തിരിച്ചു കൊണ്ടുവന്ന് തൻ്റെ തിരുനാമത്തിന് മഹത്വം നൽകുമെന്നാണ് പ്രവാചകനിലൂടെ ദൈവം പ്രഖ്യാപിക്കുന്നത്. പ്രൈസ് ദ ലോർഡ്. അതായത് പാപത്തിൻ്റെ അടിമത്തത്തിലായിരിക്കുന്ന മാനവരാശിയെ ദൈവം തൻ്റെ പുത്രനിലൂടെ വീണ്ടെടുത്ത് ദൈവമക്കളായി ദത്തെടുക്കും എന്നുള്ള ആ രക്ഷാകര പദ്ധതിയുടെ നിഴലായിട്ടാണ് പ്രിയമുള്ളവരെ നാം ഇതിനെ കാണേണ്ടത്. പ്രൈസ് ദ ലോർഡ്. ശേഷം രണ്ടാമത്തെ എപ്പിസോഡിൽ